ഗെയ്സ് നമ്മളിപ്പോൾ ഇവിടെ അൽ ഷതാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് എത്തിയത്. നല്ല നല്ല സ്ഥലം തന്നെ കേട്ടോ. അതാ കണ്ടില്ലേ, ചുറ്റും നല്ല സ്ഥലമാണ്. ഇതാണ് നമ്മൾ മെട്രോ സ്റ്റേഷനിലുള്ള എക്സിറ്റും അതുപോലെ തന്നെ എൻട്രിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം ഇവിടെയാണ് നമ്മളിപ്പോൾ മെട്രോന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് ചുറ്റുമുള്ള സ്ഥലമാണിത്. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് നമ്മൾ ബോട്ടിംഗ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്, ബോട്ടിൽ അവിടേക്ക് പോകേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളോട് ഇവിടെ എത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചിട്ട് അവർ ബാക്കി വഴി പറഞ്ഞിരുന്നു പറഞ്ഞാൽ നമ്മളൊരു ഓൺലൈൻ ഏജൻസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിന് പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എത്തിയത്. അൽ ഷതാഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ എത്തിയത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ബോട്ട് ചെട്ടി വരുന്നത്. അപ്പം ഇതൊരു എന്ന് പറഞ്ഞാൽ കനാലാണ്. ദുബായിൽ അൽ ഷതാഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു കനാൽ ഉണ്ടാക്കിയിട്ട് അതിലൂടെ നമ്മളെ ബോട്ട് ഡ്രൈവ് ചെയ്ത് പോവുക. അതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം ഈ കാണുന്നതൊക്കെ ഒരു ഹോട്ടലാണ്, ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലൊക്കെയാണ്. അപ്പോൾ ആ കാണുന്ന ബ്ലൂ ലൈറ്റുള്ള ഇതിലാണ് നമ്മളെ ബോട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ബോട്ട് ചെട്ടീൻ്റെ ഇന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ എന്തായാലും മുകളിൽ പോകാമെന്നുള്ളതാണ് പറഞ്ഞത്, മുകളിൽ ഇരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം നമ്മളാണിതിൽ ആദ്യം തന്നെ കയറിയത്, ബാക്കി എല്ലാവരും വരുന്നതേ ഉള്ളൂ. അപ്പം നല്ലൊരു വ്യൂ തന്നെയാണ്. അപ്പം ഈ ഒരു ബോട്ട് സർവീസിന് വരുന്നത് ഇവിടുത്തെ 80 ദർഹമാണ്. ഇവിടുത്തെ 80 ദർഹമാണ് നമുക്കൊരു പേഴ്സണിന് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പം ഇതിൽ നമ്മളാണ് ഫസ്റ്റ് കയറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 ആൾക്കാരായതുകൊണ്ട് നമ്മളൊരു സൈഡ് സീറ്റ്, അതായത് കുറച്ചുകൂടി വ്യൂ കിട്ടുന്ന രീതിയിൽ കുറച്ച് സൈഡ് സീറ്റാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്, ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമുക്ക് ബോട്ടിൻ്റെ മുകളിലത്തെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇന്ന് നമ്മൾ പോകുന്നത് അൽ ഷതാഫിലുള്ള നമ്മളൊരു ബോട്ട് സർവീസിലാണ് നമ്മൾ പോകുന്നത്. ഇതൊരു കനാലാണ്. ഈ കനാലിലൂടെയാണ് നമ്മൾ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2 hours നമ്മൾ വെള്ളത്തിൽ തന്നെ ആയിരിക്കും. ഈ ഒരു കനാലിലൂടെ ഉള്ള ജേണിയാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ഈവനിങ് ആണ്. കാരണം കുറച്ചുകൂടി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈവനിങ് ചൂസ് ചെയ്തത്. കുറച്ചുകൂടി ഭംഗി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈവനിങ് ചൂസ് ചെയ്തത്. ഈ ഒരു ബോട്ടിങ്ങിൽ അല്ലെങ്കിൽ ഇപ്പം കൂടുതലുള്ളത് തായ്ലൻഡും അതുപോലെ തന്നെ യൂറോപ്പ് പോലുള്ള കൺട്രീസിലുള്ള ആൾക്കാരാണ്. അപ്പം മലയാളീസ് അത്യാവശ്യം നല്ല കുറവാണ്. അതുപോലെ മലയാളീസ് കുറവ് എന്നല്ല, മലയാളീസ് ആരും ഇല്ല, അതുപോലെ തന്നെ ഇന്ത്യൻസും ആരുമില്ല. അപ്പം നമുക്ക് ഈ ഒരു ഇത് പറയുന്നത് നമുക്ക് ഫുഡ് അതുപോലെ എല്ലാം അവർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ആ 2 hours നമുക്ക് എന്തൊക്കെ വരുന്നുണ്ടോ അതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ ഇതിനൊരു പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു UAE ദർഹം എന്ന് പറയുന്നത് 80 ദർഹമാണ് വരുന്നത്. അപ്പം കുറച്ചുകൂടി ലോ കോസ്റ്റ് ആണെന്നാണ് എനിക്ക് കമ്പാരിറ്റീവ്ലി തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് അതും ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയാണ് അത്രയും എമൗണ്ട് വന്നത്. അപ്പം കുറവാണെന്നാണ് എനിക്ക് കമ്പാരിറ്റീവ്ലി തോന്നുന്നത്. പിന്നെ ആ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഇതെന്ന് പറയുന്നത് നമ്മളെ പാലാണ്, നമ്മളെ UAEയിലുള്ള ഒരു ബ്രിഡ്ജാണ് അത് കാണുന്നത്. അപ്പം ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ ഒരു ലൈറ്റും അതുപോലെ തന്നെ ഒരു വ്യൂസും കാരണം നല്ല ഭംഗിയുള്ളൊരു ടൈം തന്നെയാണ് കേട്ടോ. നല്ലോണം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. കാരണം ഈ ഒരു ഇതിലുള്ള ഒരു ബോട്ടിങ്ങിലുള്ള ജേണി എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കനാലിലൂടെ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അത് എനിക്കൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ പോകുന്നുണ്ട്, പുറത്ത് പോകാമെന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം വഴിയെ ഓരോ ഫോൺ കോളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലായത്. അപ്പം ഞാൻ വിചാരിച്ചില്ല ഇത്രയും വണ്ടർഫുൾ ആവുന്നൊന്നും ഉള്ളത് വിചാരിച്ചിട്ടില്ല. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ കാര്യങ്ങളൊക്കെ. നമുക്ക് ആ ഒരു 2 hours നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ നമ്മൾ മുകളിലായിരുന്നത് കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ലോണം തണുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല രസത്തിൽ നമുക്ക് മുകളിലിരിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി നല്ലോണം വ്യൂസ്, താഴെ ഇരിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി നല്ല രീതിയിൽ വ്യൂസ് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ ഒരു ലൈറ്റ് കൂടിയാണ് ആ ഒരു കനാലിലേക്ക് വരുന്നത്. അതുകൊണ്ട് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടി പോകുന്നത് കണ്ടോ, ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നല്ലൊരു വ്യൂ തന്നെയാണ്. ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ സൂഫി ഡാൻസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഈ ഒരു പാക്കേജ്
പാക്കേജിൽ തന്നെ ഒതുങ്ങുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫുഡുണ്ട്, ബുഫേ ഫുഡൊക്കെയാണ്. അപ്പോൾ നല്ലൊരു പാക്കേജ് തന്നെയാണ്. പിന്നെ ഇവിടത്തേക്ക് നമുക്ക് വഴി അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്, പക്ഷെ നമ്മൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വരുന്നത് ആയതുകൊണ്ട് നമുക്ക് വഴി അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പം എല്ലാം സെറ്റായി കേട്ടോ, നല്ല തന്നെയായിരുന്നു. ബാക്കിയുള്ള നമ്മളെ കെയർ ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നുണ്ട്. കസ്റ്റമർ സർവീസൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ എത്തിയതിന് ശേഷമുള്ള സർവീസൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ എത്തിയോ എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് അവർ വിളിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു, എത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ബ്രിഡ്ജിൻ്റെ അടിയിൽ അവർ അവിടുത്തെ രാജാവിൻ്റെ ഫോട്ടോസൊക്കെ ചെയ്തിട്ടുണ്ട്, അതായത് ദുബായിലെ രാജാവിൻ്റെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബിൽഡിംഗ് ആണ്. അപ്പം ഈ ഒരു രാത്രി ആയതുകൊണ്ട് തന്നെ ആ ഫുൾ ലൈറ്റിൽ നമ്മളെ ബിൽഡിങ്ങൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിക്ക് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കനാലാണ് കേട്ടോ, കനാലിലൂടെയാണ് നമ്മൾ ഈ ജേണിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലേ എനിക്ക് കുറച്ചുകൂടി വീഡിയോസ് ഇടാനും അതുപോലെ തന്നെ എല്ലാ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. കുറേ ആൾക്കാർ കൂടി വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റുള്ളൂ. ഇതാണ് നമ്മളൊരു നൈറ്റിൽ നമ്മൾ ആ ഒരു കനാലിലുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കാണ്. നല്ല ഇവർ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ നല്ല ഭംഗിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് വരെ ഇത് ഈ ഒരു ക്യാമറേൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് ഇത്രയും ഒരു ക്ലാരിറ്റി കാര്യങ്ങൾ, നമുക്ക് ആ ലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് മര്യാദയ്ക്ക് കിട്ടാത്തത് ഒരു ക്യാമറേൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ. നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. നല്ല ഭംഗിയുണ്ട്. നമുക്കൊരു 2 hours എന്തായാലും ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു ബോട്ടിൽ നമുക്കൊരിക്കലും ബോറടിക്കില്ല കേട്ടോ. നല്ലൊരു ഇത് തന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇതാണ് നമ്മളെ കനാലിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. പകലിനെക്കാട്ടും കുറച്ചുകൂടി ലൈറ്റും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മൾ നൈറ്റ് തന്നെ പോയാലാണ്. പക്ഷെ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുമുണ്ട്, നല്ല തണുപ്പുമുണ്ട് ഈ ഒരു ടൈം എന്ന് പറയും. വെള്ളത്തിൽ തന്നെ ആയതുകൊണ്ട് കുറച്ചധികം നല്ലോണം കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു മൂവ്മെൻറ്റൊക്കെ ഉണ്ട്, നമ്മൾ ബോട്ടിൽ ഇടയ്ക്ക് വെള്ളം ഈ തട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പോകുന്നത് കാണുന്നതൊക്കെ വെള്ളമാണ് കേട്ടോ. അപ്പം നല്ല എമൗണ്ടിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു രാത്രി ആവുന്ന സമയത്താണ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗി. ഈ ഒരു കനാലിലൂടെ പകലത്തെ വ്യൂ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, പകൽ നമ്മൾ പോയിട്ടില്ല. പകൽ ഇതിനെക്കാട്ടും ഭംഗി ഉണ്ടാവുമെന്ന് അറിയില്ല. നൈറ്റിലാണ് നമ്മൾ പോയത്, അതുകൊണ്ട് എനിക്കിഷ്ടം നൈറ്റിൽ പോകാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം നല്ല ഭംഗി എനിക്ക് നൈറ്റിലാണ് തോന്നുന്നത്, ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയൊക്കെയോ ഷോകളും പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ദുബായിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പറ്റുമെങ്കിൽ വന്നോ. അത്യാവശ്യം പ്രൈസ് നല്ല കുറവാണ്, ലോ കോസ്റ്റ് ആണ്. അപ്പം വരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വന്ന് നമ്മൾ ഈ ഒരു ബോട്ടിൽ പോകുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഏകദേശം നമുക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. താഴെയാണ് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. താഴെയാണ് എല്ലാവരും ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴെ കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ താഴത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മളെ വന്ന് വിളിച്ചതാണ്, താഴത്തേക്ക് പോകണം, ഫുഡ് കാര്യങ്ങൾ താഴെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് വിളിച്ച. ഇതൊക്കെ ഇതിൻ്റെ ആൾക്കാരാണ് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സും ആൾക്കാരൊക്കെ അവരൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫുഡ് ഇവിടെ ബുഫേ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പിന്നെ ഇങ്ങനത്തെ ഫുഡ് എനിക്ക് അധികം അത്ര പിടിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഈ അറേബ്യൻ ഫുഡ്, ഈ ചിക്കൻ ഇങ്ങനെ ആക്കിയതൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അപ്പം ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. ഞാൻ ഫുഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഞാനത് കഴിച്ചിട്ടില്ല. ഫ്രൂട്ട്സാണ് കഴിച്ചത്. ഇതിൻ്റെ അകത്തുനിന്ന് ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങിയിട്ടാണ് കഴിച്ചത്. ഇങ്ങനത്തെ ഫുഡൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. പക്ഷേ കഴിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫുഡിനൊന്നും യാതൊരുവിധ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നല്ല ഫുഡൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഈ ഒരു ടൈപ്പ് ഫുഡ് ഞാൻ പൊതുവേ കഴിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ മന്തി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ടുള്ളൊരു പ്രശ്നം. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. പക്ഷേ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ഫുഡാണ്. ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ, എന്നെപ്പോലെയുള്ള ആളുകളല്ല, ഫുഡ് അത്യാവശ്യം നല്ലോണം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത്യാവശ്യം നല്ല ഫുഡും
കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും ചോദിച്ച് വാങ്ങാം കേട്ടോ. ചിക്കൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് പിന്നെയും പിന്നെയും ചോദിച്ചാൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് എത്ര വേണം. പാസ്ത കാര്യങ്ങളൊക്കെയാണ്. പാസ്ത ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ഒരു ഇത് കഴിക്കാത്ത ആളുകൾക്ക് വേറെ ഒന്ന് കഴിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഇത്തരം ഫുഡുകളും കാര്യങ്ങളും ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് എനിക്ക് തീരെ കഴിക്കാൻ തോന്നിയിട്ടില്ല. ആ ഒരു ഇഷ്യൂ കൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫുഡൊക്കെ നല്ല ഫുഡ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ്, നമ്മളെ കൂടെ മുകളിലുള്ള ആൾക്കാരാണ്. ഇവരും പെയറായിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. 2 ലേഡീസ് പെയറായിട്ടാണ് വന്നത്. അവർ 2 കൂടിയാണ് വന്നത്. അപ്പം നമ്മൾ അടുത്ത് തന്നെയായിരുന്നു ഇരുന്നത്. നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു. ആരും അങ്ങനെ പ്രശ്നങ്ങളുള്ള ആൾക്കാരും അങ്ങനെ ഇതാക്കുന്ന ആൾക്കാരൊന്നും അല്ലായിരുന്നു. എല്ലാവരും ഓരോരുത്തരുടെ രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടുന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡിനൊന്നും ക്വാണ്ടിറ്റിക്കൊന്നും യാതൊരുവിധ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണ്ട ഐറ്റംസ് ചിക്കൻ ആയിക്കോട്ടെ ബീഫ് ആയിക്കോട്ടെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. അത് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നെപ്പോലുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ഏത് സ്പേസിൽ പോയാലും അത് ഏത് നാട്ടിലാണെങ്കിലും ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നെപ്പോലുള്ള ആൾക്കാർക്ക്. ഞാൻ പ്രത്യേകിച്ച് ഹോംലി ഫുഡാണ് എനിക്ക് ഇഷ്ടം. ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊന്നും എനിക്ക് തീരെ പിടിക്കില്ല. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ മുന്നേ പോയ സ്ഥലങ്ങളിലും സെയിം അനുഭവം തന്നെയായിരുന്നു. എനിക്ക് ഈ അറേബ്യൻ ഫുഡും അങ്ങനത്തെ ഫുഡുകളും കാര്യങ്ങളൊന്നും എനിക്ക് പിടിക്കില്ല. എനിക്ക് ഈ നാടൻ ഫുഡാണ് എനിക്ക് ഇഷ്ടം. നമ്മൾ ഫുഡ് കഴിച്ച പാടെ തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ കാണുന്നത് ഇതിൻ്റെ അകത്തൊക്കെ ചൂണ്ടിടാൻ വേണ്ടിയിട്ട്, അത് ആ സൈഡിൽ കൂടി ചൂണ്ടിടാൻ വേണ്ടി ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ടാണ് നമ്മൾ കാണാത്ത. അവിടെയൊക്കെ ഈ മീൻ പിടിക്കാൻ വേണ്ടി ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു ബോട്ടിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൻ്റെ അപ്പുറത്ത് റോഡൊക്കെയാണ്. അത് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ബുർജ് ഖലീഫയിൽ ഷോ നടക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പം അവിടെ അതിൻ്റെ അകത്ത് ഷോ നടക്കുന്നുണ്ട്, ലൈറ്റിൻ്റെ ഷോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലൈറ്റാണ് നമ്മൾ കാണുന്നത്, ആ ഷോയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് ഓരോ ഹവേഴ്സ് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വാട്ടർ ഷോ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഈ 1 അവർ കഴിയുന്ന സമയത്തും ഇങ്ങനെ ബുർജ് ഖലീഫിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഷോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസാണ്. കനാലിന് നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം ഇതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ക്യാമറയിൽ കാണുന്നതിനൊരു മാക്സിമം ലിമിറ്റ് ഉണ്ടല്ലോ. ആ ഒരു ലിമിറ്റിനപ്പുറം നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി തന്നെയാണ്. അപ്പം നമ്മൾ ബുർജ് ഖലീഫയിൽ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. എപ്പോഴും തിരക്കുള്ളൊരു സ്ഥലമാണ് ബുർജ് ഖലീഫ പറയുന്നത്. ദുബായിൽ തന്നെ ഏറ്റവും അധികം, അല്ലെങ്കിൽ ദുബായിൽ വന്ന എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന ഈ ഒരു സംഭവമാണ്. നല്ലൊരു ഷോ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം നല്ലൊരു ഷോ നടക്കുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് അതും കാണാൻ വേണ്ടി പറ്റി കേട്ടോ. ഈ ബോട്ടിൻ്റെ അകത്തുനിന്ന് നമുക്ക് അതും കൂടി കാണാൻ വേണ്ടി പറ്റി. തൊട്ടടുത്താണ്, നമുക്ക് അത്ര വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് അടുത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരും താഴെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആരും കഴിച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ അധികം കഴിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അധികം ഫുഡും കാര്യങ്ങളും അധികം ഇവിടുത്തെ ഐറ്റംസൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വന്നത് കേട്ടോ. ബാക്കി എല്ലാവരും താഴെ തന്നെയാണ്. ഇപ്പോഴും ഷോ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഉണ്ടാവും ഈ ഒരു ഷോ എന്ന് പറയുന്നത്. ഏകദേശം കഴിഞ്ഞു കേട്ടോ. ആ ഒരു ഷോ കഴിയാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 1 അവർ കഴിഞ്ഞാലാണ് അടുത്ത ഷോ വരിക. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ.
നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഈ ഒരു ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് കേട്ടോ. ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഭംഗിയിൽ ഇത് കാണുന്ന സമയത്ത് നല്ലൊരു ഭംഗി തന്നെയാണ്.
ഏകദേശം ഈ ഒരു കനാലിലുള്ള ആ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഏകദേശം കഴിയാനായി. നമ്മൾ തിരിച്ച് റിട്ടേൺ വരിക. നമ്മൾ നേരത്തെ കണ്ട പാലാണത്. അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ വരികയാണ്. ഒരു 2 hours എന്ന് പറയുന്നത് നല്ല വണ്ടർഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. ആ ഒരു ഫുഡും നല്ലതായിരുന്നു, അതുപോലെ തന്നെ സൂഫി ഡാൻസ് നല്ലതായിരുന്നു, അതുപോലെ തന്നെ ആ ഒരു കുതിരേനെ വെച്ചിട്ടുള്ള ആക്റ്റും നല്ലതായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്ത്, നല്ലോണം ഇവിടുത്തെ ഗസ്റ്റിനോടൊക്കെ നല്ല രീതിയിൽ തന്നെ, അതായത് അവരെ ബുദ്ധിമുട്ടിക്കാതെ അവരെങ്ങനെ എൻജോയ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുമോ ആ രീതിയിൽ മാക്സിമം നോക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2ാമത്തെ പ്രാവശ്യമാണ് സൂഫി ഡാൻസ് കാണുന്നത്. നല്ല രീതിയിൽ തന്നെ ചെയ്തു കേട്ടോ സൂഫി ഡാൻസ്. അതുപോലെ തന്നെ ആ ഒരു കുതിരനെ വെച്ചിട്ടുള്ള ആ ഒരു ആക്റ്റും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ തന്നെ അവർ എല്ലാവരുമായിട്ടും, കുട്ടികളായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ, ഗസ്റ്റ് ആയിക്കോട്ടെ, ആർക്കും ഒരു ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ എല്ലാവരുമായിട്ടും നല്ലോണം അവരെന്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതോടെ നമ്മൾ ഈ ഒരു റിട്ടേണിലൂടെ നമ്മൾ ഈ ഒരു ജേണി, അതായത് ഈ കനാലിലുള്ള ആ ഒരു ജേണി അവസാനിക്കുകയാണ്. അപ്പം ഏകദേശം രാത്രി നമ്മൾ 7 മണിക്കാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഇപ്പോൾ 9 മണി ആവാനായി. 9 മണി ആകുമ്പോൾ നമ്മൾ ഈ ഒരു ജേണി കഴിഞ്ഞു. നമ്മളെ ജേണി ഏകദേശം ഫിനിഷ് ചെയ്യാനായി. നമ്മൾ തിരിച്ച് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്നതാണ്. നമ്മൾ തിരിച്ച് പോകുന്ന സമയത്ത് മെട്രോ ആണ് യൂസ് ചെയ്തത്. അതായത് അൽ ജിഹാദിൽ നിന്ന് ബുർജ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലേക്ക് നമ്മൾ മെട്രോ യൂസ് ചെയ്തതാണ്. ഇപ്പം മെട്രോയിൽ ഏകദേശം ഈ ഗ്രീൻ ലൈൻ, ഇവിടെ ദുബായിലുള്ള മെട്രോസ് എന്ന് പറയുന്നത് 2 ലൈനായിട്ടാണ്. ഒന്ന് ഗ്രീൻ ലൈനിൽ കൂടി പോകുന്ന മെട്രോ, അതുപോലെ തന്നെ ഒന്ന് റെഡ് ലൈനിൽ കൂടി പോകുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഗ്രീൻ ലൈനിൽ കൂടിയും പോകണം, അതുപോലെ തന്നെ റെഡ് ലൈനും കൂടി പോകണം. അപ്പോൾ നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് ഗ്രീൻ ലൈനിലുള്ള ആ ഒരു മെട്രോയിലാണ്. അപ്പം നമ്മൾ ഈ ഗ്രീൻ ലൈനിലുള്ള മെട്രോയിലേക്ക് കയറിയിട്ട് റെഡ് ലൈനിലുള്ള മെട്രോയിലേക്ക് തിരിച്ച് കയറണം. അപ്പം നമ്മൾ ആ ഒരു കോമൺ ആയിട്ട്, അതായത് ഗ്രീൻ ലൈനും ആ ഒരു റെഡ് ലൈനും കൂടി ഒന്നിക്കുന്ന ആ ഒരു കോമൺ സ്റ്റേഷൻ എന്ന് പറയുന്നത് ബുർജ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനാണ്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബുർജ്മാനിൽ നമുക്ക് അവിടുന്ന് റാഷിദിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിലേക്ക് പോകണം. ബുർജ്മാനിൽ നമുക്ക് റാഷിദിയയിലേക്ക് പോകണം. ഈ ബുർജ്മാൻ ടു റാഷിദിയ എന്ന് പറയുന്നത് റെഡ് ലൈനാണ്. അൽജിദാഫ് മുതൽ ബുർജ്മാൻ വരെയുള്ളത് ഗ്രീൻ ലൈനും, അതുപോലെ തന്നെ ബുർജ്മാൻ തൊട്ട് റാഷിദിയ വരെയുള്ളത് റെഡ് ലൈനും ആണുള്ളത്. അപ്പം ഈ റെഡ് ലൈൻ ഉള്ളത് എക്സ്പോയിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ ഗ്രീൻ ലൈൻ ഉള്ളത് ഈ ഒരു ഗ്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഫുൾ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചെത്തിയിട്ടാണ് അജ്മാൻ ബസ് സ്റ്റേഷനിലുള്ളത്. അപ്പോൾ നമ്മുടെ റൂമിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുക കേട്ടോ. നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് നമ്മുടെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഈ കാണുന്നത് നമ്മൾ അജ്മാനത്തെ മ്യൂസിയമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത്, അതായത് നമുക്ക് കുറച്ച് വരാനേ ഉള്ളൂ മ്യൂസിയത്തിലേക്ക്. അപ്പോൾ കാണുന്നത് അജ്മാൻ്റെ മ്യൂസിയമാണ്. ഓക്കെ, ഇതാ ഇവിടുത്തെ ഫ്ലാഗും കാര്യങ്ങളൊക്കെയാണിത്. ഒരു ബസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മ്യൂസിയം. ഇപ്പോൾ മ്യൂസിയം ഓപ്പൺ അല്ല, വൈകുന്നേരം ഒരു ടൈമാകുന്ന സമയത്ത് ക്ലോസ് ആവുന്നുണ്ട് കേട്ടോ. ഓരങ്ങനെയല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പം ഈ സമയത്ത് നമ്മളെ മ്യൂസിയം ഓപ്പൺ ആയിരിക്കില്ല കേട്ടോ. ഇനി നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ക്രോസ് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മളെ റൂമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതിലൂടെ നേരെ പോയാൽ ഇത് നമ്മുടെ ഒരു പദസക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഈ പെരുന്നാൾ കാലങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇതിലൂടെ നടന്നിട്ടാണ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകുക കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.